ഹലോ മുത്തുമണികളെ, എന്ത് ചെയ്യാനാണ് ഈ ഒരു ദിവസം, ഈ ഒരു രാവിലെ തന്നെ എനിക്കിതുപോലൊരു വീഡിയോ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. എങ്കിലും സങ്കടമല്ല, ഖേദം. പക്ഷെ ഈ ഒരു രാവിലെ ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്നെ ഒരു സഹോദരിയായിട്ട് നെഞ്ചിലേറ്റിയ ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഒരു അസുഖമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ആശാ സനിൽ. ഇതാണ് ആശാ സനിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആശേച്ചി, ഞങ്ങളുടെ ആശേച്ചി. ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. അതില് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആശേച്ചി. ആശാ സനിൽ, ആശാസ് യൂട്യൂബ് ചാനൽ എന്നാണ് ആ ചേച്ചിയുടെ ഈ ചാനലിന്റെ പേര്. ഇതെന്തുവാ മങ്ങി കാണുന്നേ? കാണുന്നുണ്ടോ? ആശാസ് യൂട്യൂബ് ചാനൽ എന്നാണ്. ഞാൻ എന്തിനാണ് ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഒരു പുണ്യവാളത്തിയുടെ ലൈവിൽ വെച്ച് എൻ്റെ ആശേച്ചിന്റെ അസുഖത്തിനെ ആ പുള്ളിക്കാരി ഒന്ന് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പുള്ളിക്കാരി അയ്യോ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യേ, അയ്യോ എനിക്ക് ഗർഭമാണ്, അയ്യോ എനിക്ക് ഗർഭമാണ്, എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യേ, എനിക്ക് ശ്വാസം വിടാൻ വയ്യേ, അയ്യോ ഈ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് എന്നെ അങ്ങ് ഗർഭിണിയാക്കിയേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ എന്നും പറഞ്ഞും കണ്ട് ഉള്ള അഭിനയത്തിന്റെ അങ്ങേ തലയ്ക്കല് വരെ പോയി തോറ്റതുന്നാൻ പാടി വന്ന ഒരാളാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പുള്ളിക്കാരിക്ക് ഈ പുള്ളിക്കാരിയുടെ രോഗം, ഒരു ചുമ വന്നാൽ പോലും അയ്യോ എനിക്ക് രോഗമാണ്, അയ്യോ ഈ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് എന്നെ രോഗിയാക്കിയേ എന്നുള്ള ഒരു ഭാവമാണ് ഈ പുള്ളിക്കാരിയുടെ. അങ്ങനെയുള്ള പുള്ളിക്കാരി ഇന്നലത്തെ ലൈവില് എൻ്റെ ആശേച്ചിയുടെ രോഗത്തെ പരിഹസിച്ചു. ഈ രോഗത്തെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് ഒരു ക്രൈസാണ്. അതായത് പണ്ട് കാലത്തല്ല, ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ രോഗം ഇവൾക്ക് ഭയങ്കര പരിഹാസമായിരുന്നു. ആ രോഗം എന്ന് പറയുന്നത് ഞങ്ങൾ ആരും വരുത്തി വെച്ച രോഗമല്ല. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ സ്ട്രോക്ക് വന്നതായിരുന്നാലും ആശേച്ചിക്ക് ക്യാൻസർ വന്നതായിരുന്നാലും ഞങ്ങളുടെ തെറ്റായ ഒരു ജീവിത രീതി കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു തെറ്റായ ഒരു ലൈഫ് സ്റ്റൈല് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു രോഗാവസ്ഥ അല്ല. ഇത് വന്നു, അത് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് അയ്യോ നിന്റെ ഭർത്താവ് ഇഴഞ്ഞു നടക്കുന്നു, നിന്റെ ഭർത്താവിന്റെ ഒരു സൈഡ് തളർന്നു പോയില്ലേടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഇവൾക്ക് ഒരു മൂലക്കുരുവിന്റെ അസുഖം വന്നാൽ അയ്യോ ഇക്കാക്ക് മൂലക്കുരുവിന്റെ അസുഖമാണ്, തോളിക്ക് പോകാൻ പറ്റൂല ഗൈസ്, എൻ്റെ ഇക്കാക്ക് മൂലക്കുരുവിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തോളിക്ക് പോകാൻ പറ്റൂല, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് കാസറ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് നേല വിളിക്കുന്ന പാറ വെടിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ഇവിടെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ ആശേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ടു കൊടുക്കുമ്പോൾ മറ്റേ കൈ പോലും അറിയരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാണ്, ഞാൻ ആ കീമോ അവശതയായിട്ട് കിടക്കുന്ന സമയത്താണ് ഇവള് വന്ന് ഇങ്ങനെ എൻ്റെ മക്കൾക്ക് അപ്പന്മാരില്ല, വാപ്പമാരില്ല, വാപ്പയില്ല, എൻ്റെ മക്കൾ ഇന്ന് പട്ടിണിയാണെന്ന് അറിഞ്ഞുകൂടി ഒരു വീഡിയോ ചെയ്തു. സത്യമാണ്, എൻ്റെ മക്കൾക്ക് വാപ്പമാരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞില്ല, വാപ്പയില്ല എന്ന് പറഞ്ഞാണ് കരഞ്ഞത്. കള്ളത്തി
ഞാൻ കാണാനിടയായി. ഞാൻ അപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന്, എനിക്ക് പലരും സഹായിച്ച പൈസയാണ്, ആ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ വീട്ടിലറിയാതെ ഞാൻ 1000 രൂപ അവൾക്ക് ഇട്ട് കൊടുത്തു. 1000 രൂപ ഒരുപക്ഷെ അവൾക്കത് ചെറുതായിരിക്കാം, പക്ഷെ എനിക്കത് വലുതായിരുന്നു. ഞാൻ അധ്വാനിക്കാതെ എനിക്ക് കിട്ടിയതാണ്. അയ്യോ, ആശയിച്ചിക്ക് അറിയാൻ പാടില്ല. 1000 രൂപ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരിക്ക് ചെറുതാണ്. കാരണം ആ പുള്ളിക്കാരി മറ്റുള്ളവരുടെ എച്ചില് തിന്നാണ് ജീവിക്കുന്നത്. അതായത് മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ ആ ഭാര്യമാരറിയാതെ ചോറ് കഴിച്ചോയിക്ക, ചായ കുടിച്ചോയിക്ക, ചോറ് കഴിച്ചോയിക്ക, ചായ കുടിച്ചോയിക്ക, എന്റെ മക്കൾക്ക് പൂതിയാകുന്നിക്ക, ഇറച്ചി തിന്നാൻ പൂതിയാകുന്നിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇറച്ചി തിന്നാൻ വേണ്ടി മാത്രം 1000 രൂപയൊക്കെ കൊടുക്കുന്ന ഈ കാക്കമാരുണ്ട്. നിങ്ങൾ എന്ത് പറയണം? അപ്പൊ ഒരു ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം 1000 രൂപയൊക്കെ കൊടുക്കുന്ന പുണ്യ മാഡം ഉണ്ടല്ലോ, പുണ്യ മാഡമായ പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മയ്ക്ക് നിങ്ങൾ കൊടുത്ത 1000 രൂപ അത് ചെറുത് തന്നെയാണ്. കാരണം ഒരു ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ 300 രൂപയ്ക്ക് ഒരു ഇറച്ചി വാങ്ങും, പിന്നെ ചിക്കൻ വാങ്ങും, കറി വയ്ക്കും, തിന്നും. അങ്ങനെയാണ്. ഇത് ഇറച്ചി തിന്നാൻ വേണ്ടി മാത്രം ചിലർ 1000 രൂപയും 2000 രൂപയും ഒക്കെ ഇട്ട് കൊടുക്കുന്നിടത്ത് നിങ്ങളും കൊടുത്ത പിന്നെ 1000 രൂപയ്ക്ക് അത്ര വാല്യൂവേ ഉള്ളൂ. കാരണം പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു നിസ്സാരാണ്. പുള്ളിക്കാരിക്ക് ഈ കഷ്ടപ്പെടുന്നതിന്റെ വേദന എന്തെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരിക്ക് 1000 രൂപയൊക്കെ എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷെ അത് അർഹതയില്ലാത്തതാണ് എന്ന് കൊടുത്ത ആള് മനസ്സിലാക്കിയാ പോലും ആ പൈസ തിരിച്ചൊന്നും കൊടുക്കൂല. മറ്റുള്ള എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ എനിക്ക് സഹായിച്ച പൈസയാണ്. ഞാൻ അതിൽ നിന്ന് 1000 ഇട്ട് കൊടുത്തു. അവള് കിട്ടി, സന്തോഷമായി. ഞാൻ പറഞ്ഞു, ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ മക്കൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഫുഡൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നന്ദി, താങ്ക്സ് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അന്ന് തന്നെ എൻ്റെ മക്കൾക്ക് എന്തൊക്കെയോ പറഞ്ഞു, ഞാനത് പോക്കുന്നില്ല. ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചു പറഞ്ഞു, 1000 രൂപ ഉണ്ട്, ഇട്ടതാ, ഇങ്ങനെ പാവങ്ങളല്ലേ, നിനക്ക് അതിൻ്റെ പ്രതിഫലം അതിൽ കൂടുതൽ കിട്ടും, സഹായിക്കാനില്ലെന്ന് പറഞ്ഞു. അവളിട്ട് വന്നു. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ ഇട്ട് കൊടുത്തു. അവളിങ്ങനെ സന്തോഷമായിട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പല ആൾക്കാരും ഇവളെ സഹായിച്ചു. അപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞത് യത്തീം കുട്ടികളാണ് ഉപ്പ മരിച്ചു പോയിന്നാണ്. പിന്നീടാണ് പല വീഡിയോകളും ഞാൻ കാണുമ്പോൾ അറിയുന്ന ഉപ്പമാര് വേറെയാണ്. അതൊക്കെ എന്റെ വിഷയമേ അല്ല, അത് ഓരോ അതായത് ഈ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് ആശ്രയിച്ചൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോകൾ ചെയ്ത് രംഗത്ത് വന്നിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്ത് രംഗത്ത് വന്നപ്പോഴാണ് പലർക്കും ഇവരുടെ ഒറിജിനൽ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇവരെ ഇപ്പൊ ആരെങ്കിലും ഇവര് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആരെങ്കിലും കണ്ടിട്ട് ഈ മക്കളെയാണ് ഇവര് മുന്നിട്ട് കാണിക്കുന്നത്. ഈ മക്കളെ മുന്നിട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യര് നമ്മളെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോണ്ടാക്ട് ചെയ്യും. ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവർ ഉടൻ തന്നെ പറയുന്ന കാര്യം എന്ന് പറയണം, അയ്യോ ഇന്ന് എൻ്റെ വീട്ടിൽ ഒന്നും വേവിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇന്ന് എന്ത് ഭക്ഷണം കൊടുക്കും എന്ന് പോലും അറിഞ്ഞുകൂടാ. എടാ, ഇത് തന്നെ മുമ്പൊരിക്കൽ ഒരു ഡ്രാക്കുള എന്ന് പറയുന്ന സ്ത്രീയും ഇതേ കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മക്കൾക്ക് തിന്നാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീ ആയിരുന്നാലും ഏതൊരു പുരുഷനായിരുന്നാലും അവരുടെ മനസ്സലിയും എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യരുടെ മനസ്സലിയുന്ന ആയുധമായ ഈ മക്കൾക്ക് തിന്നാനില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവര് പിടികൂടുന്നത്. അപ്പൊ അതേ ഇത് തന്നെയാണ് ആഷേച്ചീനെയും ഇവര് ട്രാപ്പ് ചെയ്തത് എന്നുള്ളത്. ആഷേച്ചിയുടെ നമ്പർ കിട്ടിയപ്പോൾ ആഷേച്ചി അങ്ങോട്ട് വിളിച്ചതാണെന്നാണ് തോന്നുന്നത്. വിളിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് തിന്നാനില്ല, എൻ്റെ മക്കൾ ഇങ്ങനെ ഭയങ്കര ദാരിദ്ര്യമാണ്, എന്ത് തിന്നാൻ കൊടുക്കൂന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ ആഷേച്ചി അവർക്ക് 1000 രൂപ അയച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഇവരുടെ സഹോദരീനെ വിളിച്ചിട്ട് നിങ്ങളും 1000 രൂപ ഇട്ട് കൊടുക്ക്, പാവമല്ലേ, പാവത്തുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് സ്ഥിരം ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഞാൻ വന്ന് ഇവരുടെ ഇത് കളവാണ്, ഇവർ ഈ പറയുന്നത് കളവാണ്, ഇവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം, ഇവർക്ക് ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും ഇവരുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഒക്കെ ആൾക്കാരെല്ലാം ഹൈ ലെവൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ മഹല്ലുകാർ വളരെ നന്നായിട്ട് വലിയ പൈസക്കാരൊക്കെ ഉള്ള ഒരു മഹല്ലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഈ ഒരു സമയത്താണ് ആഷേച്ചിക്കും മനസ്സിലാകുന്നത്
ഈ ഒരു ടൈമിൽ വെച്ചിട്ട് ഇവര് എന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നെ തിരിച്ച് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായ ഭാഷയിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ പുള്ളിക്കാരി റിയാക്ട് ചെയ്തത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. കണ്ട ബുണ്ട മണ്ട ഗണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തെറി വാക്കുകളിലൂടെയും പിന്നീട് എനിക്ക് എൻ്റെ സൗഹൃദങ്ങളെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അവർക്ക് അവിഹിതമുണ്ടാക്കുകയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ എൻ്റെ സുഹൃത്തുക്കളെ ഇവരങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവർ നമ്പർ തപ്പിപ്പിടിച്ച് എന്തൊരു ക്രിമിനൽ മൈൻഡാണ് ഈ സ്ത്രീക്കുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവര് നമ്പർ തപ്പിപ്പിടിക്കും. ഏതെങ്കിലും രീതിയിൽ ഫേസ്ബുക്കിൽ പോയിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടോ അല്ലെങ്കിൽ ആ പരിസരത്ത് അന്വേഷിച്ചിട്ടോ അവരുടെ നാട് വരെ പോകും എന്നുള്ളതാണ്. ഇവര് നാട്ടിൽ വരെ പോയി ആ നമ്പർ ഇവർ കണ്ടെത്തും. ഇതുപോലെയാണ് മുമ്പൊരിക്കൽ എൻ്റെ സുഹൃത്തായ ഒരാളുടെ നമ്പർ ഇവർ കണ്ടുപിടിക്കുന്നതും ആ നമ്പറിലേക്ക് ഇവർ വിളിച്ച് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് ബീനുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യരുത്, ബീനുമായിട്ട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞ ഇവള് പിന്നീട് എന്താണ് ചെയ്തത്? പിറ്റേ ദിവസം മുതൽ ഇവൾ അയാളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പുള്ളിക്കാരന് യഥാർത്ഥത്തിൽ ഈ കുടുംബവും ബന്ധങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഇവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത ലൈവുകളിൽ എടുത്തിട്ട് അറുമാദിക്കുമോ എന്ന് പേടിച്ചും കൊണ്ട് ഇവളുടെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഇയാളെ എടുക്കും. പിന്നീട് അത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും ഇവളുടെ കോൾ എടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എടുക്കാതിരുന്നപ്പോൾ ഇയാൾ എടുക്കുന്നത് വരെ ഇവൾ ആ ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ്. ഇയാൾ ആ ഫോൺ കോള് എടുക്കുന്നത് വരെ അവൾ ആ ഫോണ് വിളിച്ചുകൊണ്ടേയിരുന്നു. എന്തിന്റെ ആവശ്യം? ഇവൾക്ക് എന്ത് ബന്ധമാണുള്ളത്? അപ്പൊ എന്റെ സുഹൃത്തായിട്ടുള്ള എന്റെ സ്നേഹിതനെ ഞാൻ വിളിക്കരുത്, അയാൾ എന്നെയും വിളിക്കാൻ പാടില്ല, പക്ഷെ ഇവളുടെ കോള് എടുക്കണം. അത് കഴിഞ്ഞ് ഇയാൾ എടുത്തു കഴിഞ്ഞപ്പോഴോ ചോദിക്കുന്നത് ചോറ് കഴിച്ചോയിക്ക, ഇക്ക് ചായ കുടിച്ചോയിക്ക, ഇക്ക അവിടെ മഴയുണ്ടോ ഇക്ക, എന്റെ മക്കൾക്ക് ഇറച്ചി തിന്നാൻ പൂതിയാവണം. ഇതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പക്ഷെ അവളുടെ സംസാര ശൈലി എന്ന് പറയുന്നത് അവള് ഒരാളിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് അതൊരു വല്ലാത്ത കഴിവാണ് കേട്ടോ. ഒരാളിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് തീരുമാനിച്ചാൽ അവള് കൃത്യമായിട്ട് അയാളെ ട്രാപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. ഇവളെ കുറിച്ചുള്ള A-Z കാര്യങ്ങൾ അറിയാവുന്ന ഇവൾ ഈ ഒരു രീതിയിലാണ് ആളുകളെ ട്രാപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുള്ള ഇവളുടെ മക്കളെ കാണിച്ചും മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടുമാണ് ഇവൾ ആളുകളെ ട്രാപ്പ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന അയാളുടെ കയ്യിൽ നിന്നും ഇവൾ ക്യാഷ് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ കഴിവ് എത്രയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ബാക്കിയുള്ള വ്യക്തികൾക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷെ ജീവിക്കുമ്പോൾ വേറൊരു കുടുംബം തകർത്തുകൊണ്ടാകരുത്. സഹായിച്ചവരെ നിന്ദിച്ചുകൊണ്ടാകരുത്. സഹായിച്ചതിൽ എനിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ രോഗത്തെ ഇതുപോലെ കാണുന്ന ഒരുപാട് രോഗികളെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് അവൾ വന്നത്. ഇത് പഠിച്ച ദൈവം തരുന്നതാണ്. ഇതാർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ ദൈവം വിചാരിച്ചാൽ എന്തും നടക്കും. ഇതൊന്നും അവള് ചിന്തിക്കുന്നില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ രോഗത്തെ ആക്ഷേപിക്കുന്ന ഇവള് അതേപോലെ തന്നെ രോഗമുണ്ടേ, അയ്യോ എനിക്ക് രോഗമുണ്ടേ, എൻ്റെ കുഞ്ഞു വരെ ലോകത്ത് ഒരു സ്ത്രീയും പറയാൻ അറയ്ക്കുന്ന ഒരു കാര്യമാണ് ഇവളുടെ ഭ്രൂണത്തിന് പോലും വൈകല്യമുണ്ട്, ഇവളുടെ ഭ്രൂണത്തിന് പോലും വൈകല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയാണ്. അതുപോലെ ഇവൾക്ക് ഭയങ്കര സാധാരണ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് എണീറ്റിരിക്കാൻ പോലും സാധിക്കുകയില്ല. പലർക്കും പലരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ടാണ് പലർക്കും വൈമുഖ്യങ്ങൾ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചിലർക്ക് ഛർദിലായിരിക്കും, ചിലർക്ക് തലകറക്കമായിരിക്കും, ചിലർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. അപ്പം ഈ ഒരു തരത്തിലുള്ള ഒരു അവസ്ഥ ഇവൾക്ക് വന്നു കഴിഞ്ഞപ്പോ അയ്യോ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് എന്നെ ഗർഭിണിയാക്കിയേ, ഈ ഗർഭത്തിന് ഉത്തരവാദികൾ നാട്ടുകാരെല്ലാരും, ഇവരെല്ലാരും അറിയണം, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുവാണ് എന്താ ആരോ പറഞ്ഞിട്ട് ഗർഭിണിയാക്കിയതുപോലെ. അപ്പൊ ഇവരുടെ രോഗത്തിന് വിലയുണ്ട്. ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആ ചേച്ചി അവരുടെ ലൈവിൽ ചെന്നൊരു കമന്റ് ഇട്ടപ്പോൾ ഇവള് പറഞ്ഞ രീതി എന്ന് പറയുന്നത്
ഓ വന്നോ, ക്യാൻസർ രോഗമൊക്കെ എങ്ങനെയുണ്ട് എന്ന്. മോളെ, നിന്റെ കാമഭ്രാന്ത് എങ്ങനെയുണ്ട്? നിന്റെ കാമഭ്രാന്തായിട്ടുള്ള നിന്റെ രോഗം ഉണ്ടല്ലോ, നിനക്കൊരു രോഗമുണ്ട്, കാമഭ്രാന്ത്. ആ രോഗം ശമിച്ചായിരുന്നോ? ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നോ? ആ രോഗത്തിന്റെ ശമനം എന്തായി? കാമഭ്രാന്തിനുള്ള ഗുളികയൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ മോളെ? രീതിയിലാണ് ഇന്നലെ എന്നെ ആ വീഡിയോയിൽ പരാമർശിച്ചത്. എനിക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നെയല്ല, എന്നെ പോലെ അനേകം ജനങ്ങളെയാണ്, ആ രോഗത്തെയാണ് അവള് പുച്ഛിച്ചത്. ഇവളെയൊക്കെ സഹായിക്കുന്നവരെ എന്ത് പറയണം, ഓരോ മനുഷ്യരുടെയും. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ബീനുണ്ട്, ബീനിന്റെ കുടുംബത്തിൽ കയറി ഇവള് ഒരുപാട് കളിച്ചു. ബീൻ അതിനുള്ള റിപ്ലൈയും കൊടുത്തു. പിന്നെ ഷിയാസ് എന്ന് പറഞ്ഞ അതില് വിട്ടുപോയ ഒരു കഥയുണ്ട്. അതായത് ഇവളെ ഒരു യാദർച്ഛികമായിട്ട് എനിക്ക് വിളിക്കേണ്ടി വന്നതാണ്. ഇവളുടെ ഒരു തട്ടിപ്പ് നാടകത്തിൽ ഞാൻ വീണു പോവുകയും അതും പ്രകാരം ഞാൻ ഇവളെ വിളിച്ചൊന്ന് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൾ എന്റെ കുടുംബത്തിൽ കയറി കളിച്ച ആ കളി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? എന്റെ ഭർത്താവ് ഒരു രോഗബാധിതനായിട്ട് റെസ്റ്റിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എന്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നത് ഞാനാണല്ലോ. ഈ മക്കളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പുറപ്പെടുന്ന സമയത്തിന് ഇവൾ എന്റെ ഫോണിലേക്ക് വിളിക്കും. ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഫോൺ കൊണ്ടുപോകുന്ന ഒരാളല്ല. അപ്പൊ എന്റെ ഫോണിലേക്ക് ഇവള് നിരന്തരം വിളിക്കും. ആ ഫോൺ എടുക്കുന്നത് എന്റെ ഭർത്താവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, രോഗബാധിതനായ എന്റെ ഭർത്താവിനെ പോലും ഇവള് വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ ഇവളുടെ രോഗം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. കുറെ നാളുകൾ കഴിഞ്ഞ് എന്റെ ഭർത്താവ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇവള് വിളിക്കുന്നു, ഇവളോട് വിളിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാൻ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് കയറി. അന്ന് സത്യത്തിൽ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നമ്പറിലേക്കാണ് ഇവള് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, നീ എന്റെ ഹസ്ബൻഡിന്റെ നമ്പറിലേക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നമ്പർ കൊടുത്തു. എന്റെ നമ്പറിൽ വിളിച്ച് വെച്ച ഉടനെ തന്നെ ഇവള് ഓഫീസിലുള്ള എന്റെ ഭർത്താവിനെ ഇവള് വിളിച്ചു. അന്ന് തന്നെ എന്റെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് ഇവളുടെ നമ്പർ ഞാൻ റിമൂവ് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. അല്ലെങ്കിൽ കുറച്ചധികം പൈസ എന്റെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അവള് ഊറ്റിയെടുത്തേനെ. അപ്പൊ എന്റെ ഭർത്താവിനെ പോലും വെറുതെ വിടാത്ത പരവെടി പരമ തേവിടി മോളെ. ഇനി ഇതിൽ പറയുന്ന ഷിയാസ്, അദ്ദേഹം എന്ന് പറയുന്ന എൻ്റെ സഹോദരനാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എനിക്ക് വളരെയേറെ പ്രിയമുള്ള ഒരാളാണ്. എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള കുറേ അധികം ബന്ധങ്ങളിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന ഷിയാസ്. അയാളുടെ കുടുംബത്തിൽ അയാളുടെ വൈഫിനെ വിളിച്ചു, അയാളോട് സഹായം കള്ളത്തരം പറഞ്ഞും കോള് വിളിച്ചും മക്കൾക്ക് ഭക്ഷണമില്ലെന്നും പറഞ്ഞൊക്കെ വീഡിയോ ചെയ്തു. അയാള് സഹായിച്ചു. പിന്നീട് അയാള് സഹായിച്ചത് എന്ന് പറഞ്ഞാൽ അതും ഒരു ട്രാപ്പായിരുന്നു എന്നുള്ളതാണ്. ഇതേ ഒരു ട്രാപ്പിൽ എന്റെ ഭർത്താവിനെയും കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെടുത്തെന്ന് ഫസ്റ്റേ ഞാൻ അങ്ങ് നമ്പർ ഡിലീറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത്. പിന്നെ എന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കും, ആ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ കേട്ടു. അവളുടെ കോള് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കാറുമില്ല. ഈ ആളുണ്ടല്ലോ, ഈ ഷിയാസ് എന്ന് പറയുന്ന, പറഞ്ഞാൽ എനിക്ക് കുറെ പറയേണ്ടതായിട്ട് വരും. പക്ഷെ ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. ആളൊരു ശുദ്ധ പാവമാണ്. പിന്നെ മക്കൾക്ക് പിന്നെ ചിക്കൻ കഴിക്കാൻ പൂതിയാകുന്ന നിക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഗൂഗിൾ പേ പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഗൂഗിൾ പേ വഴി വേറൊരാളുടെ ഗൂഗിൾ പേ വഴി ഇവക്ക് പൈസ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇയാളുടെ ഉള്ളിലെങ്കിലും അത് കുറ്റബോധമുണ്ട്, ഇയാളുടെ ഉള്ളിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ഇയാൾക്കറിയാം. എന്നിട്ട് ഇയാൾ കൃത്യമായിട്ട് അവളടുത്ത് പറഞ്ഞു, ബീനിന്റെ അടുത്ത് പറയല്ലേ. ഇയാൾ എന്ത് കൃത്തരം ചെയ്താലും, എവിടെ എന്ത് കൃത്തരം ചെയ്താലും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ബീനിന്റെ അടുത്ത് പറയല്ലേ. കാരണം ബീനിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫാമിലിയിൽ അത് എത്തും. ഞാൻ ഇയാളെ കൊല ചെയ്യുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് എന്തായാലും ഇയാൾ പൈസ കൊടുത്തു എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ട്രാപ്പാണ്. ഇതുപോലെ മുമ്പൊരിക്കൽ റെനീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെയും പിന്നാലെ നടന്ന് പിന്നെ ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്യണം എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കുറെ എന്തെല്ലാമാണോ ഈ കളവുകൾ പറയാൻ ഇവളെ പോയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു തരത്തില് റെനീസിന്റെ പിന്നാലെയും ഇവൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ റെനീസ് എന്തോ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് കേട്ട്, ഞാൻ പറഞ്ഞത് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്, ആ പുള്ളിക്കാരി ഒരു ഭയങ്കര ട്രാപ്പുകാരിയാണ്, അങ്ങനെ റെനീസ് അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് മക്കളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ അങ്ങ് വീഴുകയും ചെയ്ത് പൈസ കൊടുക്കുകയും ചെയ്തു. ഈ പൈസ കൊടുത്ത് ട്രാപ്പിലാക്കി എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ ചോദിച്ച ചോദ്യം ഒന്നേ ഉള്ളൂ, എന്റെ കുഞ്ഞിനെയും അയാളെയും ചേർത്തിട്ടാണ് ഇവൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്കത് തെളിവുകളാണ്. ഞാൻ കോടതി വരെ പോവേണ്ടി വന്നാലും ആ തെളിവുകൾ വെച്ച് ഞാൻ സമർത്ഥിക്കും. എൻ്റെ കുഞ്ഞിനെ അവിഹിത സന്തതിയാക്കിയത് ഈ പറയുന്ന ഷിയാസിനെയും ചേർത്തിട്ടാണ്. അതേ ഷിയാസ് അവൾക്ക് ക്യാഷ് കൊടുത്തിരിക്കുന്നത്. ഇവള് പബ്ലിക്കിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഷിയാസ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്, എനിക്ക് വേണമെങ്കിൽ ക്യാഷ് വാങ്ങാം, ഞങ്ങൾ തമ്മിൽ ക്യാഷ് ഇടപാടോ മറ്റെന്ത് ഇടപാടുണ്ടെങ്കിലും അത് ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ ഒരാളും അല്ല. അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ട് എങ്കിൽ അത് ഞാനും എൻ്റെ സുഹൃത്തും തമ്മിൽ തീർക്കും. അല്ലെങ്കിൽ അയാളുടെ വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വൈഫാണ് അത് ചോദ്യം ചെയ്യേണ്ടത്. ഇവളാരാണ്? അങ്ങനെയുള്ള ഇവൾക്ക് ക്യാഷ് കൊടുത്തേക്കുന്ന ഇങ്ങേര് ഞാൻ വെറുതെ വിടുവോ? ഇങ്ങേരെ ഇവളെയും കൊക്കിന് പിടിച്ച് ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ എന്നെ പറഞ്ഞ ഈ അപരാധങ്ങളൊക്കെയും ശരി വെക്കുന്നത് പോലെ എല്ലേടോ താൻ ഈ കാണിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെയും പിടിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് ആരും അറിയാതെ വാങ്ങിച്ച് കീശയിലേക്കിട്ട പുന്നാര മോളെയും ഞാൻ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിലിട്ട്. അപ്പൊ ഇവൾ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇയാളുടെ വൈഫിന്റെ നമ്പർ ഒരു ഡ്രാക്കുളയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയിട്ട് ഇവള് കൃത്യമായിട്ട് അവളെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എന്നെ വീഡിയോ കോൾ ചെയ്ത് എന്നെ ശല്യം ചെയ്യുന്നു എന്ന്. ഇതേ ഇവള് ഈ റമദാൻ കാലത്തിൽ അന്ന് ശരിക്കും ഈ ഇതിന്റെ സത്യാവസ്ഥ ഷിയാസ് ഞങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അബദ്ധത്തിൽ പറ്റിപ്പോയതായിരുന്നു. ഇയാൾ എന്തോ കണക്കെങ്ങാണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഇവള് വീഡിയോ കോൾ ആണ് ചെയ്തത്. ഇവള് നിരന്തരം വിളിച്ചിട്ട് ഇങ്ങനെ പറയൂ അത്രേ, വീഡിയോ കോൾ ചെയ്യട്ടോ ഇക്കാന്ന്. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒഴിവുകൾ പറഞ്ഞിട്ട്, കാരണം ഇയാളുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടാണ് ഒരു ഫോട്ടോ കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് അയ്യോ ഫോട്ടോ ഇടും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തിയ മോളാണ് ഇവള്. അപ്പൊ ഇവള് വീഡിയോ കോൾ വിളിക്കട്ടോ എന്ന് ചോദിച്ചാൽ അയാൾ ഓക്കെ എന്ന് പറയൂല. എന്നിട്ട് ഇവള് ട്രാപ്പ് ചെയ്തിട്ട് ഇവള് വീഡിയോ കോൾ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇയാൾ ഈ കണക്കം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങേര് സ്വൈപ്പ് ചെയ്തങ്ങ് വിട്ടുകൊടുത്ത്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നി അപ്പുറത്ത് കോളല്ല വീഡിയോ പോലെ ഇയാൾക്ക് തോന്നിയിട്ട് ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ വീഡിയോ. ഇയാൾ അപ്പൊ തന്നെ അത് കട്ട് ചെയ്ത്, ഇങ്ങനെ അത് അപ്പൊ തന്നെ കട്ട് ചെയ്ത് ഇയാൾ പേടിച്ചുപോയി. അപ്പൊ ഈ വീഡിയോ കോൾ ചെയ്ത കാര്യവും എന്നോട് പറയരുതെന്നങ്ങാണ്ട് ഇങ്ങേര് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവളത് അങ്ങേരെ ഭാര്യയുടെ നിരന്തരം എന്നെ വീഡിയോ കോൾ ചെയ്ത് എന്നെ ശല്യം ചെയ്യും നിങ്ങളുടെ ഭർത്താവെന്ന്. ഇവളുടെ വാഗൊണ്ട് തന്നെ ഇവള് പൊതുസമൂഹത്തില് ഈ റമദാൻ കാലത്തില് ഇവള് റമദാൻ ഒന്നോ രണ്ടോ എങ്ങാണ്ടായപ്പോ ഇവള് ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ സ്നേഹതീരം എന്നെ എന്തോ വീഡിയോ കോൾ ചെയ്തപ്പോ 5-10 സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പൊ ഇതിന്റെ ഇടയിൽ നീ എപ്പോഴടി അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? പരമ പച്ച നുണയത്തി. കണ്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭാര്യമാരറിയാതെ പണം തട്ടുന്ന തേവിടിശി. മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ് ഷിയാസിന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള അക്രമം. ഇവൾ എന്നിട്ട് ഇന്നലെ ആ വീഡിയോയിൽ വേണ്ടാത്ത രീതിയിൽ എന്നെ സംസാരിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് സ്വന്തം ജനിപ്പിച്ച മാതാപിതാക്കളെ തള്ളി പറഞ്ഞിട്ട് സ്വന്തം പെറ്റ തള്ളയ്ക്ക് അവിഹിതം ഉണ്ടാക്കിയ ഇവളാണ് മറ്റുള്ളവരെ പറയുന്നതിൽ നമ്മൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതെ, ഈ പെറ്റ തള്ളയ്ക്ക് അവിഹിതം ഉണ്ടാക്കിയ കഥ നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇവരുടെ ഉമ്മേനെ ഞാൻ വേറൊരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഇവളുടെ ഒളിച്ചോട്ടം, ഇവളുടെ ഈ അവിഹിതം വീട്ടിൽ നിന്ന് പിടിച്ചതാ നാട്ടുകാർ. ഇതിനു മുമ്പ് റബ്ബർ തോട്ടത്തിൽ നിന്നും ഒരു അവിഹിതം പിടിച്ചിട്ടുണ്ടേ. അത് ഇവളുടെ രണ്ടാമത്തെ ഭർത്താവ് ഒരു കോൺഫറൻസ് കോളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ ലാസ്റ്റ് ഒരു അവിഹിതമാണ് പിടിച്ചത്. ഇതും ഞാൻ ഇതിപ്പോ പബ്ലിക്കിൽ പറഞ്ഞില്ല എങ്കിൽ അയ്യോ എന്നെ എല്ലാരും കൂടി അവിഹിതം പറയുന്നേ എന്നും പറഞ്ഞും കൊണ്ട്
വീണ്ടും നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ഇവള് തയ്യാറായി നിന്ന സമയത്ത് ഇവളുടെ ഉമ്മാനെ തന്നെ ഞാൻ ലൈവിൽ കൊണ്ടുവന്ന് ലൈവായിട്ട് അതിലൊരൊറ്റ എഡിറ്റിങ് പോലും ഇല്ലാതെ ഈ ജനങ്ങളുടെ മുന്നിൽ ആ ഉമ്മ തന്നെ പറയുന്ന വോയിസ് ഞാൻ ഇട്ട്. അതിനാ ഉമ്മയ്ക്ക് അവള് കൊടുത്ത സമ്മാനം. എന്നിട്ട് ഞാൻ വീഡിയോകളിൽ പറയുന്നുണ്ട് ആ ഉമ്മയ്ക്ക് അറിയാൻ പാടില്ല ഞാൻ ലൈവിലാണ് ആ ഉമ്മാനെ കൊണ്ട് സംസാരിപ്പിച്ചതെന്ന്. അപ്പൊ ആ ഉമ്മ ചതിക്കപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഉമ്മാനെ അവിഹിതം പറഞ്ഞ മോളാണ് ഇവള്. ഇത്രേ ഉള്ളൂ. സ്വന്തം പെറ്റ് ഉമ്മയെ കുറിച്ചാണ് ഇവള് വീഡിയോയിൽ വന്ന് പറഞ്ഞത്. സ്വന്തം ഇവളെ 10 മാസം ചുമന്ന് പ്രസവിച്ച തള്ളയെ കുറിച്ചാണ് ഇവള് പറഞ്ഞത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്ക് എന്ത് വേണേലും എങ്ങനെ വേണേലും സംസാരിക്കാം. പക്ഷെ നമുക്കൊക്കെ ഒരു സംസ്കാരമുണ്ട്, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവള് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവക്ക് 5, 6, 10 ഭർത്താക്കന്മാരുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പിയിട്ടല്ലേ നമ്മളതിന് കമന്റ് ഇടുന്നത്, ഓരോ മനുഷ്യരും അതിനെ റിയാക്ട് ചെയ്യുന്നത്. ഇതിപ്പോ നമുക്കൊക്കെ എന്ത് വേണേലും നമ്മുടെ കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതിനൊക്കെ പ്രതികരിക്കും ജനങ്ങൾ, അത് നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു മൈൻഡ് നമ്മൾക്ക് വേണം. ഇപ്പം വേറൊരുത്തനുമായിട്ട് സലപിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടു. ഇപ്പൊ നമ്മൾ ചോദിച്ചിട്ടല്ലല്ലോ, അതിനൊരു കമന്റ് ചെയ്യുമ്പോൾ ആ കമന്റിനുള്ള മറുപടിയാണ് അവള് പറയുന്നത്, ക്യാൻസർ ഒക്കെ എങ്ങനെയുണ്ട്, സുഖമായിട്ട് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന്. എനിക്കിത് ക്യാൻസർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ആശയിച്ച് പറയണമായിരുന്നു നിന്റെ കാമഭ്രാന്തിന് എങ്ങനെയുണ്ട് എന്ന് ആശയിച്ചും ചോദിക്കണമായിരുന്നു. എന്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്കൊക്കെ ശരീരത്തിലാണ് അസുഖമെങ്കിൽ ആ പന്ന അലവിലതിയുടെ സ്വഭാവത്തിലും മനസ്സിലുമാണ് രോഗം ബാധിച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധി ഉണ്ടായിട്ടാണ് ഒരു രോഗിയായ സ്ത്രീ ഇവളെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോ ഞാൻ പരിഹരിച്ച് തരാടി എന്ന് പറഞ്ഞും കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ സ്വന്തം ഭർത്താവിന്റെ നമ്പർ വാങ്ങിച്ച് അവനെ നിരന്തരം ഇക്ക ചായ ഒഴിച്ചോ, ഇക്ക ചോറയിച്ചോ, ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക ചക്ക പുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുക്കന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കി കയ്യിൽ വെച്ചേക്കാണ് ഇവള്. ഇത് മാത്രോ, ഇവളും കൂടി ചേർന്നിരുന്നിട്ടാണ് കള്ളു കുടിക്കുന്നത്. ഇവളിപ്പോ പറയണ എന്തോന്നു വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന്റെ ആവശ്യം മതിയായി, ആ പുള്ളിക്കാരനെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല, ഇങ്ങനെ വെക്കാനേ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണോന്ന് അറിഞ്ഞുകൂടാ ആ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് വീട്ടിൽ നിന്ന് പിടിക്കുന്നതിന് മുമ്പേ ഒഴിവാക്കാൻ ഇവള് കളിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ എന്തോ യാദർച്ഛികമായിട്ട് ആ പെറ്റ തള്ള പിടിച്ച് നടു റോട്ടി കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് യാദർച്ഛികമായിട്ട് അവന്റെ തലയിലായിപ്പോയതാണ്. ഇതും തലയിലൊന്നും ആവൂലായിരുന്നു. ഇവര് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം അവന്റെ വീട്ടിൽ അങ്ങ് നിന്നിട്ട് ഇവളെ വീട്ടിൽ വന്ന് വീണ്ടും അയ്യോ ഞാൻ വിധവയാണ്, ഞാൻ 3 എത്തി മക്കളെ പോറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവളുടെ ആ അവിഹിതം, അതായത് മുമ്പ് ഞാനൊരു റബ്ബർ കാട്ട് അവിഹിതം പറഞ്ഞപ്പോ അയ്യോ എന്നതാ അവിഹിതം പറയണേ എന്ന് പറഞ്ഞ ഇവള് ഇതും തേച്ച് മാച്ച് കളയും എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ അവിഹിത കഥ അങ്ങോട്ട് പാട്ടാക്കിയത്. ഇത് ഒറിജിനൽ അല്ലേ, ഇത് നടന്ന സംഭവം തന്നെയല്ലേ. ഇവളെ വീട്ടില് സിനിമ കാണാൻ വന്നൊന്നും അല്ലല്ലോ അവൻ. അലോലാതി അംഗീകരിക്കാനേ പറ്റത്തില്ല. ഞാൻ അവൾക്ക് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടുണ്ട്. ഇവള് ഗൂഗിൾ പേ വന്ന് പിന്നെയും എന്നോട് പൈസ ഇവള് ചോദിച്ചു, എന്റെ ഭർത്താവിന്റെ നമ്പർ ചോദിച്ചു. ഇങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിൽ അവള് എന്റെ വീട്ടിൽ വരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അവള് പക്ഷെ ഇതൊക്കെ നിഷേധിക്കുമായിരിക്കും. അയ്യോ നിഷേധിച്ചാലും ഇതൊക്കെ എന്റെ പൊന്നാശേച്ചി, ഇവളിത് നിഷേധിച്ചാലും ഇത് സത്യമാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം പൊതു മീഡിയയിൽ വന്നിട്ട് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, 2 വട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല, ഈ അറബിക്കടൽ നീന്തി ഞാൻ ഒറ്റയ്ക്ക് നീന്തി ഇങ്ങനെ കിടക്കുകയാണ്, അപ്പൊ എനിക്ക് പറ്റുന്നില്ല, 3 മക്കളെയും കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് നിങ്ങൾ പൈസ താ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ തന്നെയല്ലേ വന്ന് കിടന്ന് അവരാധിച്ചത്. അയ്യവള് നിങ്ങളുടെയൊക്കെ ഇൻബോക്സിൽ വന്ന് എത്രത്തോളം പൈസ ചോദിച്ചിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് ബോധമുണ്ട്. അതേപോലെ എന്റെ സുഹൃത്തെന്ന് പറയുന്ന അയാളെ കയ്യിൽ നിന്ന് എത്രത്തോളം പൈസ ഊറ്റിയിട്ടുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. പറയാനുള്ളത്, ഈ നല്ലൊരു പുണ്യമാസത്തില് ഒരു എന്താണ് കാസ്റ്റിൽ ജനിച്ച ഇവള് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള കാര്യമാണ്. അത് ആ ജനങ്ങൾക്ക് തന്നെ അപമാനമല്ലേ?
ഇപ്പൊ നമ്മളോടൊന്ന് കരഞ്ഞു പറയാൻ ആക്ടിങ് ചെയ്ത് മക്കളെ വെച്ച് ആരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണോ? 10 വയസ്സ് പ്രായപൂർത്തിയാകാറായ ഒരു പെൺകുഞ്ഞിനെ വേറൊരു അന്യ പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എന്റെ മക്കൾക്ക് ഉറക്കം വരുള്ളൂ എന്ന് ഇവർക്ക് പൊതു മീഡിയയിൽ വന്ന് പറയാൻ ഇവർക്ക് ഉളുപ്പില്ലേ? അതൊരു പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആശ്രയിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് അന്യപുരുഷൻ തന്നെയാണ് ആ കുട്ടിക്ക്, അത് അന്യപുരുഷൻ തന്നെയാണ്. അപ്പൊ ആ കൊച്ചിനെ കൊണ്ട് ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മം വരെ വെപ്പിക്കുന്നത് ഈ ജനങ്ങൾ മുഴുവൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഈ കുട്ടിയുടെ ഉപ്പ റഹീം എന്നെ കോണ്ടാക്ട് ചെയ്തതും എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചതും ഒക്കെ. അപ്പൊ അതിന് ഈ ചൈൽഡ് ലൈനിലൊക്കെ അറിയിക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പ്രഹസനവുമായിട്ട് ഇവനും ഇവളും ഒക്കെ കൂടി എന്തോ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞത് എൻ്റെ ആവാറായ മോളിനെ ഇവര് റൂമിൽ പൂട്ടിയിട്ടിട്ട് ഇവര് 2 എണ്ണം പാതിരാത്രിയിൽ സർക്കിട്ട് നടത്തുന്നുണ്ട് സാറേ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെയും പാതിരാത്രിത്തെ ഈ മക്കളെ പൂട്ടിയിട്ടിട്ട് വന്നിട്ടുള്ള സർക്കിട്ടിന്റെ വീഡിയോ അവര് പുറത്തിട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന സംരക്ഷണം കിട്ടിയില്ല എങ്കിൽ അയാളുടെ കൂടെ വിടാൻ വേണ്ടിയിട്ട് പോലീസുകാര് തയ്യാറായിരുന്നു. അപ്പൊ അതാണ് കുറെ നാളെ ഈ മക്കളല്ലേ എത്തീം എന്ന് പറഞ്ഞത്. ഈ പുള്ളിക്കാരനുമായിട്ട് ബന്ധം വെച്ചിരുന്ന സമയത്തും അയാളിനെ വിളിച്ച് ഇവള് പൈസ ചോദിക്കുമായിരുന്നു. ഈ ആദ്യത്തെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇവള് പൈസ ചോദിക്കുമായിരുന്നു. ഈ പൈസ ഇയാൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ 2 ആഴ്ചക്ക് മുമ്പ് ഈ കൊച്ചിനെ സിറ്റിയിൽ കൊണ്ടുപോയി ഈ റഹീം എന്ന് പറയുന്ന പുള്ളിക്കാരനെ ഇവൾ കാണിച്ചും കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഒറിജിനൽ തന്തയാണത്. ഈ റഹീം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ കുട്ടിയുടെ ഒറിജിനൽ തന്തയാണ്. ഇനി ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഏത് കോടതിയിൽ പോയാലും ആ കുട്ടിയുടെ ഒറിജിനൽ തന്തയാണത്. ഇനി ആരൊക്കെ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും ആ കുട്ടിയുടെ ഒറിജിനൽ തന്ത ജീവിച്ചിരിപ്പുണ്ട്. അയാൾ അവകാശിയുമാണ്. എന്തെങ്ങനാന്ന് പറഞ്ഞാലും. അതേപോലെ തന്നെ ഇവളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് എല്ലാവരെയും കല്യാണം കഴിക്കുക, കുറെ ആളുകളെ കല്യാണം കഴിക്കുക, എന്നിട്ട് അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിനെ അങ്ങോട്ട് പ്രസവിക്കുക, എന്നിട്ട് ഈ കൊച്ചിനെ കാണിച്ച് അവന്മാരിൽ നിന്ന് ചെലവിന് വാങ്ങുക. ഒരു ഉമ്മയ്ക്ക് 3 മക്കൾക്ക് എത്രവന്മാര് ചെലവിന് കൊടുക്കണം? ഈ മക്കളെ തന്തമാര് ചെലവിന് കൊടുക്കണം. ഇനിയിപ്പോ ഒരുത്തനും കൂടിയായി, ഒരു കൊച്ചുമായി, അവനും കൂടി ഇനി ചെലവിന് കൊടുക്കാൻ വേണ്ടി ഇവള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസും കൊടുക്കും, അവന്റെ കയ്യിൽ നിന്ന് ചെലവിനും വാങ്ങിക്കും. എന്നിട്ട് വന്നിട്ട് എന്റെ എൻ്റെ മക്കൾക്ക് തന്തമാരാരും ചെലവിന് കൊടുക്കുന്നില്ല. മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാമെങ്കിൽ വളർത്താനും പഠിക്കണം. ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെപ്രാളം പിടിച്ച് ഓരോരുത്തന്മാരെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നോക്കണം, ചെക്ക് ചെയ്യണം. ഇവൻ എന്റെ കുടുംബം നോക്കുമോ, ഇവൻ എന്നെ കെയർ ചെയ്യുമോ? 3 മക്കൾക്ക് വാപ്പ വേണമെന്ന് പറഞ്ഞും കൊണ്ടാണ് ഒരുത്തന്റെ ജീവിതം തകർത്ത് അവന്റെ കുടുംബജീവിതത്തിൽ നിന്ന് അവനെ പിഴുതെടുത്തോണ്ട് വന്ന് ഇവളെ കൂടെ കൊണ്ടുവന്ന് കോപ്രായങ്ങൾ കാണിച്ചത്. ഇനി ഇവന്റെ കൊച്ചിനും കൂടി വാപ്പയെ അന്വേഷിക്കാൻ ഏത് സ്ത്രീയുടെ ബെഡ്റൂമിന്റെ അകത്താണ് ഇവൾ കയറി പോകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. അവൾ 1, 10, 20, 100 കെട്ടിക്കോട്ടെ, നമുക്കത് പ്രശ്നമേ അല്ല നമ്മുടെ കുടുംബത്തില്. പക്ഷേ സംസാരിക്കുന്ന രീതി മാന്യമായിരിക്കണം. എന്തായാലും ആശ്രയിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവൾക്കൊരു ധാരണയുണ്ട്, ഇവളാണ് ഈ ലോകത്തിലെ ഏറ്റവും എല്ലാം തികഞ്ഞ സാധനം എന്നൊരു തോന്നലുണ്ട്. ഒന്നുമല്ല, ഒരു അവിഹിതം വരെ, പച്ചയായ അവിഹിതം വരെ നടത്തിയിട്ട് പൊതു മീഡിയയിൽ വന്നിട്ട് ഞാൻ നടത്തിയത് അവിഹിതമല്ല, എവിടെയോ കുടിച്ചും പെടുത്തും നടന്ന ഒരുത്തന് ഞാൻ ജീവിതം വെച്ച് നീട്ടിയതാണെന്ന്. അതുപോലെ അതേ കണക്ക് തന്നെ മരിച്ചാലേ പിരിയൂ എന്ന് പറഞ്ഞ ആള് ഞാൻ ചവിട്ടി പുറത്താക്കിയിട്ട് ഇനി ഇവിടെ കേറണ്ട എന്ന് ഞാൻ പറഞ്ഞത്രേ. നല്ല ബഹുമിടുക്കായിട്ടുണ്ട്. അപ്പൊ ഇയാളൊരു മുഴുക്കുടിയനാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവള് സ്നേഹിച്ചത്. ഇയാളൊരു പെണ്ണുപിടിയനാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവള് സ്നേഹിച്ചത്. ഇയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവള് സ്നേഹിച്ചത് എന്ന് ഇവള് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളുടെ കൂടെ ജീവിതം തുടങ്ങിയതിനു ശേഷം ഇപ്പൊ ഇയാൾക്ക് എല്ലാ കുറവും, ഇയാളും ഒന്നിച്ച് ഇയാൾക്ക് കുപ്പി എടുത്ത് കൊടുക്കുന്നതേ ഇവളാണ്. ഇങ്ങനെ ജോലിക്ക് വിടാത്തതേ ഇവളാണ്. അങ്ങനെ എടുത്തു കൊടുത്ത് കള്ളും കുടിച്ച് ബോധമില്ലാതെ എത്ര ലൈവ് അയാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അയാളുടെ ലൈവുകൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പൊ അപ്പോഴൊക്കെ കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മനുഷ്യൻ ഇപ്പോ
പെട്ടെന്ന് ഇവൾക്ക് കൊള്ളരുതാത്തവനായി. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കണം ഇവളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ശരിക്ക് ഇവൾക്ക് ഇവളുടെ രോഗം എന്ന് പറയുന്നത് ചൊറിച്ചിലിന്റെ രോഗമാണ് ഇവക്കുള്ളത്. ഈ ചൊറിച്ചിൽ മൂക്കുമ്പോൾ മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർത്തുകൊണ്ട് പിന്നെ പുരുഷനെ പിന്നെ തട്ടിയെടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തിട്ട് പിന്നെ അവൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അവനെ എറിഞ്ഞു കളയുക. എന്നിട്ട് ഇവന്മാര് പോയിട്ട് ഇനി വേറെ രണ്ടാമത് കല്യാണം കഴിക്കട്ട് അവളുകളുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഞാൻ കൊള്ളാമോ അവള് കൊള്ളാമോ, ഞാൻ കൊള്ളാമോ അവള് കൊള്ളാമോ എന്ന് ചോദിച്ചും കൊണ്ട് അവന്മാരെ ടോർച്ചർ ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിനെയൊക്കെ ശരിക്കും വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുവന്ന് ഇടാനുള്ള സമയം കഴിഞ്ഞു. അതേ കണക്ക് മറ്റുള്ളവരുടെ നിറം കൊള്ളൂല, മറ്റുള്ളവരുടെ ജോലി കൊള്ളൂല, മറ്റുള്ളവരുടെ ആകാരവടിവ് കൊള്ളൂല. ഇതെല്ലാം തികഞ്ഞ ഒരു സാധനമാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മോന്തയ്ക്ക് തുപ്പാൻ നമുക്ക്, അതിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തറയിലോട്ടൊന്നും തുപ്പാൻ തോന്നൂല, അതിന്റെ മോന്തയ്ക്കല്ലാതെ തുപ്പാൻ തോന്നേയില്ല.